ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2001 പുറത്തിറങ്ങിയിട്ടുള്ള ജീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എന്ന ഒരു അടിപൊളി ഹൊറർ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൂവിലോട്ട് എടുക്കാം, വാ. ഇവിടെ ഒരു ചേച്ചി മനിയനും വെക്കേഷൻ ആയതുകൊണ്ട് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ചേച്ചിയുടെ പേര് ട്രിഷ്, അനിയൻ്റെ പേര് ഡാരി. പോകുന്ന വഴി റോഡിൽ ഒരു സൈൻ കാണിക്കുന്നുണ്ട്, നേരെ പോകാൻ പാടില്ല, റൈറ്റ് സൈഡിലുള്ള റോഡ് വഴി പോകണമെന്ന്. ഉടനെ ചേച്ചി ഡാ മോനെ റൈറ്റ് സൈഡിലുള്ള വഴിയിലേക്ക് വണ്ടി തിരിക്കാൻ പറയും. ഇവൻ എല്ലാ ആങ്ങളമാരെ പോലെ ചേച്ചി പറയുന്നത് കൃത്യമായിട്ട് അനുസരിക്കാതെ നേരെ പോകുന്നത് ഈസി എന്ന് പറഞ്ഞ് വണ്ടി മുൻപോട്ടെടുക്കും. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ വണ്ടിയുടെ പുറകിൽ പഴയ കാല ട്രക്ക് അത് വന്ന് ചറ പറന്ന് ഹോണടിക്കും. ഇവരും പെട്ടെന്ന് ശബ്ദം കേട്ട് വെപ്രാളപ്പെട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും. എന്നിരുന്നാലും ഒരു വിധേന ഇവർ ട്രക്കിന് സൈഡ് കൊടുക്കും. അതിൻ്റെ പാട്ടിന് കയറിപ്പോകും. ഇവരും ഇവരുടെ വഴിക്കും. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ട്രക്ക് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് ഇവരെ ശ്രദ്ധിക്കും. ഇപ്പോൾ ട്രക്കിലുണ്ടായിരുന്ന ആള് നിറയെ മൃതശരീരങ്ങൾ വെള്ള തുണിയിൽ പൊതിഞ്ഞ് അവിടെയുള്ള വലിയ പൈപ്പിലേക്ക് തള്ളിയിടും. ഇവർ രണ്ടാളും കാറ് സ്ലോ ചെയ്ത് ഈ കാഴ്ച കണ്ടു നിൽക്കുന്നത് അയാളും കാണും. അയാൾ നോക്കുന്നത് കണ്ട് പേടിച്ച് ചീച്ചിയും അനിയനും വീണ്ടും വെപ്രാളപ്പെട്ട് ഫോൺ എടുത്ത് പോലീസിനെ കോൾ ചെയ്ത് കാര്യം പറയാമെന്ന് വിചാരിച്ച ഫോണിലെ ബാറ്ററി ലോ ആയിട്ട് അത് സ്വിച്ച് ഓഫ് ആകും. ഇതോടെ ഇവർ രണ്ടും വണ്ടി എടുത്ത് പായും. പിന്നാലെ ട്രക്കുകാരൻ വണ്ടി എടുത്ത് പാഞ്ഞു വരും. പേടിച്ച് പതറി വണ്ടി ഓടിച്ച അനിയൻ അവൻ നേരെ വണ്ടി റോഡിൻ്റെ സൈഡിലേക്ക് ഇറക്കി. ട്രക്കുകാരൻ വണ്ടി കൊണ്ട് നേരെ പോകും. ഇപ്പോൾ അവിടെ ഇരുന്ന് ഒന്ന് കൂളായതിനു ശേഷം ചേച്ചി അവനോട് ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് കേൾക്കും. ഉടനെ അവൻ നമുക്ക് ആ പൈപ്പിൽ പോയി ഒന്ന് നോക്കിയാലോ, അല്ല ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താലോ. ഡാ ചക്ക, അതെ ഇത് സിനിമയല്ല ഹീറോയിസം കാണിക്കാനായിട്ട്, അതല്ലടി ചേച്ചി, അതിലാരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. അങ്ങനെ അവളും സമ്മതിക്കും. രണ്ടാളും ആ പൈപ്പിൻ്റെ അവിടേക്ക് ചെല്ലും. അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ട് അതൊരു ചർച്ച. അങ്ങനെ രണ്ടാളും കാറിൽ നിന്നിറങ്ങി പൈപ്പിൻ്റെ അവിടെ എത്തി. ഹലോ, ആരെങ്കിലും ഉണ്ടോ എന്ന് കേൾക്കും. പക്ഷെ മറുപടി ഒന്നും കിട്ടില്ല. ശരി, നമുക്ക് പോയി പോലീസിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന നേരം ഉള്ളിൽ നിന്ന് എന്നെ രക്ഷിക്കേ എന്ന് ശബ്ദം കേൾക്കും. ഉടനെ ഇവർ ടോർച്ച് അടിച്ചു നോക്കും. പക്ഷെ ഒന്നും കാണില്ല. എന്തായാലും ഒരാൾ ജീവനോടെ അതിലുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഇപ്പോൾ അനിയൻ ചെറുക്കൻ ഞാൻ കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കട്ടെ, നീ എൻ്റെ കാല് മുറുക്കി പിടിച്ചോ. അങ്ങനെ ചേച്ചി അവൻ്റെ കാല് ബലമായിട്ട് പിടിക്കും. അവൻ അകത്ത് കയറി ടോർച്ച് അടിച്ചു നോക്കും. അപ്പോഴും ഉള്ളിലെ കാഴ്ച ഒന്നും ഇവർക്ക് കാണില്ല. അതേ നേരം ഇവർ രണ്ടാളെയും ചുറ്റി നിറയെ എലികൾ നടക്കുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ എലിയെന്ന് കേട്ടാലേ ഭയ. എലികളെ കണ്ട് രണ്ടും പേടിക്കും. ചേച്ചി അനിയൻ്റെ കാല് വിടും. ഡാരി നേരെ താഴേക്ക് വീഴും. എടാ ഡാരി, നിനക്കൊന്നും കുഴപ്പമില്ലല്ലോ? ഇല്ലില്ല, നീ പേടിക്കാതെ, എനിക്കൊരു കുഴപ്പമില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ഡാരി ട്രക്ക് സൈക്കോ അവിടെ ഇട്ടുപോയ വെള്ള തുണിക്കെട്ട് തൊട്ടു നോക്കും. ഇവൻ തൊട്ടതും അത് പെടയാൻ ആരംഭിക്കും. അതിനുള്ളിൽ ആരോ ജീവന് വേണ്ടി പോരാടുണ്ടെന്ന് അവന് മനസ്സിലാകും. അവൻ വേഗം തുണിയുടെ കെട്ടയച്ചാൽ വളരെ മോശമായ കണ്ടീഷനിൽ ഒരുത്തിന് അതിലുണ്ടായിരുന്നു. നീ വിഷമിക്കാതെ, ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ ശരീരത്തിൽ പൊതിഞ്ഞ എല്ലാ കെട്ടും അഴിച്ചു നോക്കിയാൽ അവൻ്റെ വയറ് കീറി മുറിച്ച് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തു വെച്ച് തിരിച്ച് വീണ്ടും തുന്നി വെച്ചിരിക്കുന്ന പോലെയുണ്ട്. രക്ഷിക്കെന്ന് പറഞ്ഞ് അവസാനം അയാൾ മരിക്കും. ഇത് കണ്ട് ഡാരി, എടി ചേച്ചി, നീ അവിടെ നിൽക്കാതെ റോഡിലേക്ക് പോ, വരുന്ന വണ്ടിക്ക് കൈ കാണിച്ച് ഹെൽപ്പ് ചോദിക്കേ. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഈ ചർച്ചിൻ്റെ ബേസ്മെൻറ്റിലാണ്. തീർച്ചയായിട്ടും പുറത്തേക്ക് വരാൻ ഏതെങ്കിലും വഴിയുണ്ടാകും. ഞാനത് കണ്ടുപിടിച്ചിട്ട് മേലേക്ക് വരാം. ഇത് കേട്ട് ചേച്ചി അവൾ വേഗം റോഡിലേക്ക് നടന്നു നീങ്ങി. ഇപ്പുറത്തെ ഡാരി അതിനുള്ളിൽ ടോർച്ച് അടിച്ച് നടക്കാൻ ആരംഭിക്കും. അവിടെ ഇപ്പോൾ കണ്ട പോലത്തെ നിറയെ വെള്ള തുണിയിൽ പൊതിഞ്ഞ മൃതശരീരങ്ങളുണ്ട്. കൂടാതെ 500-600 മൃതശരീരങ്ങൾ ഈ ബേസ്മെൻറ്റിലെ ചുമരിലും സീലിങ്ങിലും പതിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് പേടിച്ച് അവൻ തിരിഞ്ഞ് നടക്കുമ്പോഴാണ് 23 വർഷം മുൻപ് കാണാതെ പോയ ഇവൻ്റെ ആൻറ്റിയെ മൃഗീയമായി കൊന്നു സൂക്ഷിച്ചിരിക്കുന്നത് കാണുക. അപ്പുറത്തെ റോഡിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടെന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ട്രിഷ്. അതേസമയം ദൂരത്തിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. നമ്മുടെ സൈക്കോയുടെ വണ്ടിയാണെന്നാണ് തോന്നുന്നത്. ഉടനെ ഇവള് വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയാൽ കാറ് സ്റ്റാർട്ടാകുന്നില്ല. അതേ നേരം ആ വണ്ടി ക്രോസ് ചെയ്തു പോകും. ഇപ്പോഴാണ് ഇവൾക്കൊരു കാര്യം പിടികിട്ടിയത്. അത് സൈക്കോയുടെ വണ്ടിയല്ലായിരുന്നു, വേറെ ആരുടേതായിരുന്നു. അങ്ങനെ അവള് അവിടെ ഇരിക്കുന്ന നേരം ടക്കെന്ന് ഒരാൾ പുറകിൽ വന്ന് നിൽക്കും. അവള് പേടിച്ച് ആ ഓ എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കും. ശേഷം ശരിക്കും ഒന്നുകൂടി നോക്കിയപ്പോഴാണ് അവൾക്ക് കാര്യം പിടികിട്ടിയത്. അത് വേറെ ആരല്ല, നമ്മുടെ ചക്കന. അവനെ കണ്ടയുടനെ അവിടെ എന്താ കണ്ടതെന്ന് ഇവള് കേൾക്കും. പക്ഷെ അവനൊരു മറുപടി ഒന്നും പറയില്ല. അങ്ങനെ രണ്ടാളും വണ്ടിയെടുത്ത് അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുന്ന നേരം സൈക്കോയുടെ വണ്ടി ക്രോസ് ചെയ്ത് പോകും. ശേഷം ഇവർ രണ്ടാളും അടുത്തുള്ള ഹോട്ടലിൽ പോയി ഒരു സൈക്കോ
ട്രക്കിൽ ഡെഡ് ബോഡീസൊക്കെ കൊണ്ടുവന്ന് ഇവിടുത്തെ ചർച്ചിൻ്റെ അവിടെയുള്ള പൈപ്പിൽ തള്ളുന്നുണ്ടെന്ന് പറയും. എത്രയും പെട്ടെന്ന് പോലീസിനെ കോൾ ചെയ്ത് വിവരമെല്ലാം അറിയിക്കണമെന്നും പറയും. പക്ഷെ അവിടെ ഇരിക്കുന്ന ആരും അത് അത്ര അങ്ങോട്ട് കാര്യമാക്കില്ല. ഇവരിത് പറഞ്ഞു നിൽക്കുമ്പോൾ ഇവരടുത്തുള്ള ഫോൺ റിങ് ആകും. ഇവൻ ചേച്ചിയുടെ അടുത്ത് അത് ആരാണെന്ന് നോക്കാൻ പറയും. ഇവളും കോൾ അറ്റൻഡ് ചെയ്യും. അതൊരു ലേഡിയായിരുന്നു. ഹലോ ഡാരി, ട്രിഷ്, നിങ്ങൾ നിറയെ പൂച്ചകളുള്ള സ്ഥലത്തേക്ക് പോയില്ലല്ലോ. ഡാരി ബേസ്മെന്റിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അവൻ തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. ജീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എന്ന സോങ് എവിടെ കേട്ടാലും ഓടണം. കാരണം ആ പാട്ട് കേൾക്കുന്നിടത്ത് അവനുണ്ടായിരിക്കും. ഇത് കേട്ട് ടെൻഷനായ ഡാരി അവളിനി എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാതെ ഫോൺ കട്ടാക്കും. അവിടെ സീൻ കട്ട് ചെയ്താൽ പോലീസ് അവിടേക്ക് വന്ന് ചേച്ചിയും അനിനെയും ചോദ്യം ചെയ്യും. അതേസമയം ഒരു പെണ്ണ് ഓടി വന്ന് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്നത് ആരുടെ കാറാ? ഒരുത്തൻ വന്ന കാറിനുള്ള തുണിയെല്ലാം വീശി പുറത്തേക്കെറിഞ്ഞ് അതെല്ലാം സ്മെൽ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കേട്ട പാടെ എല്ലാവരും പുറത്തിറങ്ങി നോക്കി. അപ്പോഴേക്കും അവൻ അവിടുന്ന് എസ്കേപ്പായി. ഈ സംഭവത്തിന് ശേഷം കാര്യങ്ങളുടെ ഗതി മനസ്സിലാക്കിയ പോലീസ് ഒരു ടീമിനെ ചർച്ചിലേക്കും ബാക്കിയുള്ള കുറച്ച് പോലീസ് ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവരുടെ പിന്നാലെ ഇവരെ ഫോളോ ചെയ്തു പോകും. ഇപ്പോൾ കാറിലെ FM-ലെ ജീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എന്ന സോങ് പ്ലേ ആകും. ഇത് ആ ലേഡി പറഞ്ഞ സോങ് അല്ലേന്ന് അവർ രണ്ടുപേരും ചിന്തിക്കുന്ന സമയം പുറകിൽ ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വന്ന പോലീസുകാരെ സൈക്കോ കൊല്ലും. കുറച്ച് ദൂരം പോയതിനു ശേഷം പുറകിൽ വന്നിരുന്ന പോലീസുകാർ കാണാനില്ലല്ലോ പറഞ്ഞ് ഇവർ രണ്ടാളും പുറത്തിറങ്ങി നോക്കിയാൽ നമ്മുടെ കഥയിലെ സൈക്കോ ഒരു പോലീസുകാരൻ്റെ തല പറിച്ചെടുത്ത് അയാളുടെ നാവ് കട്ടിച്ച് മുറിച്ച് തിന്നുകൊണ്ടിരിക്കാം. എപ്പടിയിരിക്കെ ഇത് കണ്ടതും നമ്മുടെ ആൾക്കാർ ഉള്ള ജീവനം കൊണ്ട് കാറിൽ കയറി എസ്കേപ്പ് ആകും. ഇവിടെ സൈക്കോ അയാൾ കൊന്ന പോലീസുകാരുടെ ബോഡി ട്രക്കിലാക്കി അവിടുന്ന് തിരിച്ചു പോകും. അതേ നേരം ചേച്ചിയും അനിയനും പോകുന്ന വഴിയിൽ ഒരു വീട് കാണും. ഈ വീട്ടിൽ എന്തായാലും ഫോൺ ഉണ്ടായിരിക്കും. നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് ഹെൽപ്പ് ചോദിക്കാമെന്നും പറഞ്ഞ് ആ വീട്ടിൽ പോയി കതകിൽ തട്ടും. അവിടെ ഒരു മുത്തശ്ശി മാത്രമാണുള്ളത്. കൂട്ടത്തിലെ മുത്തശ്ശി വളർത്തുന്ന അവരുടെ സ്വന്തം ഒരു കൂട്ടം പൂച്ചകളും. മുത്തശ്ശിയോട് കാര്യം പറഞ്ഞതും അയ്യോ എൻ്റെ വീട്ടിൽ ഫോണില്ല മക്കളെ എന്ന് പറയും. അതേ നേരം അവിടെ ആ പൂച്ചയെ കാണുമ്പോൾ ഡാരി ഫോണിൽ ആ ലേഡി ചോദിച്ച കാര്യം അവൻ ഓർമ്മ വരും. അതായത് പൂച്ചകളുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോയിട്ടില്ലല്ലോ എന്ന്. അടുത്ത സെക്കൻഡ് ഇവർ രണ്ടാളും അവിടെ നിന്ന് ഇറങ്ങും. ഇതേ സമയം അവിടേക്ക് എത്തിയ സൈക്കോ മുത്തശ്ശിയെ ക്രൂരമായ രീതിയിൽ കൊല്ലും. ഇവർ രണ്ടാളും വണ്ടിയെടുത്ത് എസ്കേപ്പ് ആകാമെന്നും വിചാരിച്ച് മിന്നിച്ചു പോകുമ്പോൾ ദേ നിൽക്കുന്ന സൈക്കോ നടു റോഡിൽ. അവളൊന്നും നോക്കില്ല, നേരെ വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കും. ഇതോടെ വണ്ടി തട്ടി സൈക്കോ താഴെ വീണു. അടുത്ത സ്റ്റെപ്പ് ഒരു 4-5 പ്രാവശ്യം സൈക്കോയുടെ ദേഹത്തോടെ അവൾ വണ്ടി കയറ്റി ഇറക്കി. ഇതോടെ സൈക്കോ ക്ലോസ് ആയോ എന്ന് ചോദിച്ചാൽ ദേ നിങ്ങളെ നോക്ക്. സൈക്കോയുടെ ശരീരത്തിൽ നിന്ന് ഒരു ചിറകം മുളച്ച് പൊന്തി വരും. അപ്പോൾ ഇത് സാധാരണ മനുഷ്യനല്ല, മനുഷ്യനും മൃഗവും ഒക്കെ ചേർന്ന ഒരു പ്രത്യേക ഒരു സാധന. ഉടനെ അവൾ ഒന്നും കൂടി വണ്ടി അതിൻ്റെ മീതെ കയറ്റി ഇറക്കി പോകുന്ന വഴിയിലുള്ള പോലീസ് സ്റ്റേഷനിലെ അഭയം തേടും. കൂടാതെ അവിടുന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്ത് നാളെ കാലത്ത് വരുമെന്നും പറയും. ഇന്നേരം അവിടേക്ക് ഒരു ലേഡി വരും. അവിടെ നിൽക്കുന്ന എല്ലാ പോലീസുകാരും അവൾ ഒരു അരപ്പിരി ലൂസായിട്ടാണ് കണക്കാക്കുന്നത്. അവൾ വന്ന പാടെ ഇവരുടെ പൂച്ചകളിരിക്കുന്ന സ്ഥലവും അവിടുത്തെ പ്രശ്നങ്ങളും ഇതെല്ലാം നിങ്ങൾ മറികടന്നുല്ലേ എന്ന് കേൾക്കും. അതായത് ഇവളാണ് ആ ഫോണിൽ സംസാരിച്ച ലേഡി. ഇപ്പോൾ ഇവർ രണ്ടാളെയും അവിടെ ഇരുത്തി ഇത് എന്താണ് സംഭവം എന്ന് പറയാൻ ആരംഭിച്ചു. 23 വസന്തകാലത്തിനുള്ളിൽ ഒരിക്കൽ ഈ മനുഷ്യനല്ല മൃഗമല്ലാത്ത ജീവി ഭക്ഷണം കഴിക്കാനായിട്ട് 23 നാള് ഈ ഭൂമിയിലുണ്ടാകും. അത് എന്ത് കഴിക്കാനാ ഭൂമിയിലേക്ക് വരുന്നതെന്ന് ട്രിഷ് കേൾക്കും. നമ്മുടെ ഭൂമിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരുടെ തിരഞ്ഞെടുത്ത അവയവങ്ങൾ അതാണ് അത് കഴിക്കാൻ വരുന്നത്. ഒരാളുടെ ലങ് കഴിച്ചാൽ അതിന് ശ്വാസം എടുക്കാൻ സാധിക്കും. ഒരാളുടെ കണ്ണ് കഴിക്കുന്ന നേരം അതിന് പകരമായിട്ട് അതിന് കണ്ണും അതിന് കാഴ്ചയും ലഭിക്കും. അങ്ങനെ ഓരോരോ അവയവങ്ങൾ കഴിക്കുമ്പോൾ ഈ ജീവിക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രവർത്തനം അതിൻ്റെ ശരീരത്തിൽ നടക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇതെല്ലാം നടക്കാൻ പോകുന്നതിന് മുൻപ് ഈ സംഭവമെല്ലാം എൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. ഞാൻ സ്വപ്നത്തിൽ എന്താണോ കണ്ടത് അത് യാതൊരു മാറ്റമില്ലാതെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈക്കോ വില്ലൻ്റെ ട്രക്ക് പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ വന്ന് നിൽക്കും. അതേ നേരം അവിടെ കറണ്ട് പോകും. ട്രിഷ് സൈക്കോയെ കാറ് കയറ്റി ഒരു പരിവമാക്കിയില്ലേ. ഇതോടെ അതിൻ്റെ ശരീരത്തിൽ ഒരുപാട് ഡാമേജ് സംഭവിച്ചു. ഇപ്പോൾ സൈക്കോ ക്രിയേച്ചർ ശരീരത്തിലുള്ള അവയവങ്ങൾ ശരിയാക്കാൻ അവിടെ സെല്ലിലുണ്ടായിരുന്ന ആളുകളെ കട്ടിച്ചു കൊന്ന് ആവശ്യമുള്ള അവയവങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കാം. ഇത് കണ്ട് പോലീസുകാരൻ ബാക്കി ടീമിനെ വിളിച്ചു വരുത്തും. ചറ പറന്ന് ആ ജീവിയെ ഷൂട്ട് ചെയ്യും. ഇത്രയും ആളുകൾ ചേർന്ന് അതിനെ എത്രയൊക്കെ ഷൂട്ട് ചെയ്തിട്ടും അതിന് യാതൊരു കുലുക്കവും ഇല്ല. പകരം ആ ജീവി ഈ പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടി കുറേ എണ്ണത്തിൻ്റെ കഥ കഴിക്കും. അവിടെ ആ സംഭവം നടക്കുന്നതിനിടയിൽ ഇവിടെ ഈ ലേഡി ചേച്ചിയും അനിനെയും രക്ഷിക്കാമെന്ന് പറഞ്ഞ് മറ്റൊരു സൈഡിലൂടെ നീങ്ങും. പക്ഷെ അവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ നിൽക്കുക മൂന്നാളും.
ഇപ്പോൾ ട്രിഷ ആ ലേഡിയോട് ഞങ്ങൾ രണ്ടുപേർക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കേൾക്കും. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ മരിക്കുമെന്ന് പറയും. ആരാ മരിക്കാന്ന് ചോദിച്ച് നിൽക്കുന്ന നേരം അവിടേക്ക് ആ ക്രിയേച്ചർ എത്തിയ പാടെ മുൻപിൽ നിൽക്കുന്ന ആ ലേഡിയെ സ്മെൽ ചെയ്ത് നോക്കി അവളെ വെറുതെ വിടും. ഇതേ നേരം നമ്മുടെ ടീം 2 ആളും ഓടിയിട്ടുണ്ടാകും. ഇപ്പോൾ ആ ജീവി ശരിക്കും എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് കണ്ണില്ല. നെക്സ്റ്റ് അത് നമ്മുടെ ട്രിഷിൻ്റെ അടുത്തെത്തും. അവളെ സ്മെൽ ചെയ്ത് നോക്കി അവളെയും വിടും. പിന്നെ ചെല്ലുന്നത് ഡാരിയുടെ അടുത്തേക്കാണ്. ഡാരിയെ പിടിച്ച് സ്മെൽ ചെയ്യുന്ന നേരം പോലീസുകാർ അവിടേക്ക് എത്തും. അതേസമയം ട്രിഷ് പ്ലീസ് എൻ്റെ അനിയനെ വെറുതെ വിട്, എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അവനെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. ഇപ്പോൾ ആ ജീവി ആന്നും പറഞ്ഞ് അലറും. അത് അതിൻ്റെ 2 ചിറകം വിരിച്ച് ഡാരിയെ എടുത്ത് അവിടുന്ന് പറന്നു പോകും. കുറച്ച് ദൂരം നമ്മുടെ ട്രിഷ് അതിൻ്റെ പിന്നാലോടും. പക്ഷെ അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ജീവി അതിവേഗത്തിൽ ഡാരിയെ എടുത്ത് പറന്നുപോയി. അടുത്ത ദിവസം കാലത്ത് ട്രിഷിൻ്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ വന്ന് മകളെയും കൂട്ടി വീട്ടിലേക്ക് പോകും. നെക്സ്റ്റ് സീനിൽ ഒരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ കൊട്ടാര കാണിക്കുന്നുണ്ട്. അവിടെ ആ ജീവി ഇരിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഡാരിയുടെ ബോഡി തൂക്കിയിട്ടിട്ടുണ്ട്. ആ ശവശരീരത്തിൽ 2 കണ്ണ് മാത്രമല്ല, അത് അടർത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ആ ജീവിയുടെ കണ്ണ് കാണാം. ഒരു തരത്തിൽ പറഞ്ഞ ആ ജീവി ഡാരിയുടെ കണ്ണ് സ്വന്താക്കി. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ബായ്.